അതെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഈ ബലൂചിസ്ഥാനെ ഇന്ത്യ സഹായിച്ചിട്ട് ഇപ്പോൾ ചതിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അതാ അതിൽ ഇന്ത്യ ആയുധം ചതിച്ചത്. കൊടുത്ത് സഹായിച്ചിട്ട് ഇന്ത്യ ഇപ്പോൾ ചതിച്ചു. അപ്പോൾ ഈ ആയുധം എന്ന് പറയുന്നത് ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പോലും ആ ലൈവ് ഡിലീറ്റ് ചെയ്തത്. അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത്രേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഇവരെല്ലായിടത്തും ആഘോഷിച്ചത്. ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചിന്തിച്ചു നമ്മളെന്ത് ഇപ്പം നമ്മൾ യുദ്ധത്തെക്കുറിച്ച് പറയാം, ചെയ്യരുതെന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോഴത്തെ ഈ പാകിസ്ഥാനെ നമുക്ക് പുല്ലുപോലൊരു 30 കൊണ്ട് ചുരുട്ടായിരുന്നു. അത്രേ ഉള്ളൂ. ആഭ്യന്തര കലാപങ്ങൾ കൊണ്ടും മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും ലോകത്തിൻ്റെ ആരുടെയും പിന്തുണയില്ലാതെ കിടന്ന് വലയുന്നത് കൊണ്ടും ഇവന്മാരെ നമുക്ക് ചുരുട്ടാമായിരുന്നു. ഇപ്പം താണ്ട ബലൂചിസ്ഥാൻ്റെ ആർമി പോരാളി അവിടുത്തെ നേതാവ് നമുക്കൊരു മെസ്സേജ് അയച്ചു, ഒരിക്കലും നിങ്ങൾ ഈ പാകിസ്ഥാനെ വിശ്വസിക്കരുത്. ഇവന്റെ സമാധാന ശ്രമവും എല്ലാം തന്നെ ചതിയുടെ ലക്ഷണങ്ങളാണ്. കാര്യം 2 തവണ ഖുറാനിൽ തൊട്ട് സത്യം ചെയ്ത് ഇവരെ ചതിച്ച രാജ്യം. 70 മറ്റേ പ്രശ്നം വന്ന സമയത്ത് ഭരണഘടന രൂപീകരിക്കണമല്ലോ, ബംഗ്ലാദേശ് മാറി, പിന്നെ പുതിയ ഭരണഘടന ഉണ്ടാക്കണ്ടേ. ബലൂചിസ്ഥാനിൽ NAP എന്ന് പറയുന്ന പുതിയ പാർട്ടിയല്ലേ, ഇവരെ കൂടെ നിർത്തി. ഇവർ പ്രാദേശിക പാർട്ടിയാണ്. ഇവരെ കൂടെ നിർത്തിയിട്ട് നിങ്ങൾ എല്ലാ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സുൽഫീഖർ അലി കൂടെ വിളിച്ച് സംസാരിച്ചിട്ട് ഭരണഘടന ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം 73 പട്ടാള ഭരണം ഏർപ്പാടാക്കി ഇവരെ വീണ്ടും ചതിച്ചു. എന്നിട്ട് ആ പാർട്ടിയെ പിരിച്ചുവിട്ടു. അങ്ങനെ ചതികളോട് ചതികൾ മാത്രം ഏറ്റുവാങ്ങിയ ഒരു പ്രദേശത്ത് നിന്ന് തന്നൊരു കത്താണ് ഇവന്മാരെ വിശ്വസിക്കരുത്. അപ്പം നമ്മൾ ചിന്തിച്ചത് എന്താ, ഇവന്മാരെ വിശ്വസിക്കരുത്, ഇവന്മാരെ വെടിനിർത്തൽ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു, ഒതുക്കണമായിരുന്നു. പക്ഷേ മോദിജിക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടെന്നും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുമെന്നുള്ള രീതിയിലൊക്കെ നമുക്കിപ്പം തോന്നുന്നത്. കാരണം ട്രംപ് തന്നെ മാറ്റി പറഞ്ഞല്ലോ. അതെ.